നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ്. നീണ്ട 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്ന ശിഷ്യർ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട ശിഷ്യന്മാർ, കഷ്ടാനുഭവങ്ങളുടെ വഴിയിലേക്ക് യേശു കടക്കുന്ന സമയത്ത് യേശുവിനെ വിട്ട് ചിതറിപ്പോകുന്നത് കണ്ടപ്പോൾ യേശുവിന് വലിയ ഭാരമുണ്ടായി. അവർ തളർന്നു പോകുന്നത്, അവർ ക്ഷീണിച്ചു പോകുന്നത് അവന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. യേശു അവർക്ക് വീണ്ടും ആശ്വാസവചനങ്ങൾ നൽകുകയാണ്. യേശു അവർക്ക് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ 3.5 വർഷവും എൻ്റെ കൂടെ നടന്ന, എന്നെ വിശ്വസിച്ച് എന്നെ അനുസരിച്ച് നിങ്ങളെ ഞാൻ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് കൂടെ നടക്കുന്നവരെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതുവരെ നിങ്ങളുടെ കർത്താവായ യേശു വിശ്രമിക്കുകയില്ല. ദൈവം നിങ്ങളെ അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ യേശു കർത്താവ് വിശ്രമിക്കുകയില്ല. യേശു ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വേഗത്തിൽ മടങ്ങി വരും. നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, തൊട്ടുമുൻപിലൊരു കഷ്ടതയാണ്. ആ കഷ്ടതയിലൂടെ യേശു കടന്നു പോകേണ്ടതാണ്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്കും ഇതുപോലെ കഷ്ടതകൾ വരാറുണ്ട്. ചില കഷ്ടങ്ങളൊക്കെ അനുവദിക്കപ്പെടുന്നതാണ്. നാം കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിൽ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ കഴിയും. യേശുവിനോടുകൂടി കഷ്ടം അനുഭവിച്ചാലാണ് യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം കഷ്ടതയുടെ നടുവിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തികൾ ആരംഭിച്ചതെങ്കിൽ, ദൈവം പൂർത്തീകരണങ്ങളുടെ ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് വിശ്രമം ഉറപ്പാക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ വെളിപ്പെടുത്തുകയാണ്. അല്പനേരത്തേക്ക് ശിഷ്യന്മാർ തന്നെ വിട്ട് അകന്നു പോകുന്നത് കാണുന്ന യേശു അവർക്ക് ചില ഉറപ്പ് നൽകുകയാണ്. ചില പ്രത്യാശയുടെ വചനങ്ങൾ കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ പോകുന്നത് കഷ്ടതയുടെ നടുവിലാണ്. ദൈവം കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണ്. നിങ്ങൾ ശക്തിപ്പെടും, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. അല്പനേരത്തേക്ക് നാനാവിധ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ വലിയ ആനന്ദം, പറഞ്ഞു തീരാത്ത സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ യേശുവിൻ്റെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അതെ, നാം എല്ലാവരും വചനം മുറുകെ പിടിക്കുന്നവരാ. ആ വചനം മാറ്റമില്ലാത്തതാണ്. അത് ആത്മാവിൻ്റെ നങ്കൂരമാണ്. ഒരിക്കലും നാം ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷങ്ങൾ തൊട്ടു മുൻപിലുണ്ട്. വിശ്വാസത്തോടെ വചനത്തെ മുറുകെ പിടിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.